ഇതിന്റെ സുഖോ 2 ലക്ഷം റുപ്യ ലോട്ടറി അടിച്ചാലും കിട്ടൂല. ഇപ്പത്തെ കുട്ടികൾക്കൊന്നും ഇതിന്റെ സുഖം അറിയില്ല. ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ ബഡ്സ് അല്ലേ, ബഡ്സ്. ഈ മനുഷ്യന് എവിടെ പോയി കിടക്കാണ്? നമ്മള് കൊലായിട്ടടി ഹിമാറെ ഇവിടെ നിൽക്കാണ്. നോക്കിയാട്ടെ ഈ സാധനം നമ്മളെ കൈപ്പൊക്കെടുത്ത് ബർച്ചെടുക്കാന്ന് പറഞ്ഞിട്ട് അത് ബെർച്ച് കളിക്കല്ല ഹിമാറെ, അത് നമ്മള് വൈബ്രസിലിട്ടതല്ലേ. നോക്ക് നമ്മളെ ഹലോ വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് മോനെ എന്റെ പാട്? ഇവിടെ എങ്ങനെ പോണ്? ഇല്ല പിന്നെ എടാ നമ്മുടെ ബലായിട്ടം മരിച്ചു വേടാ. ആകെ സങ്കടമായി ഇവിടെ നാട് മൊത്തം സങ്കടത്തിൽ നിൽക്കുക. ഈ അറ്റാക്ക് ഒരു സൂക്കടല്ല, ജലദോഷം കൂടി പിടിക്കാണ്ട് അറ്റാക്ക് ഭയങ്കര പ്രശ്നമായി പോയി. എന്താ പിന്നെ ഉമ്മാണോ പറയണ സായിനാക്കേ ഇജ്ജ് വരുമ്പോ അടുത്ത ലീവിന് ഒരു സാധനം കൊണ്ടുവരണം. എന്തിനടി എന്റെ പേര്? അടുക്കേ തുറക്കേം ചെയ്യണ കമ്പ്യൂട്ടർ. അത് തന്നെ, അടുക്കേം തുറക്കേം. അതിനൊരു പേരുണ്ടല്ലോ സൂറ. അതറിയത്തില്ല, നമ്മളൊക്കെ പറയൂലേ. പഠിച്ചോ നീ എന്തേനുള്ള മോനെ ലാപ്പട്ടോപ്പ് പിന്നെ എന്തൊക്കെയാണ് ഉമ്മ ചോദിക്കുന്നുണ്ട്. മടങ്ങാറാക്കണം കൊടുക്കാനേ. ഹലോ ബസീറ, ഉമ്മാണ്. പിന്നെ ഇന്നത്തെ പേപ്പറിൽ നമ്മള് വായിച്ചോ. അതെ, ദുബായ് ലോക്കറ്റ് വിപണി ഇടിഞ്ഞു വീണ്. നീ അതിന്റെ ചോട്ടിലൊന്നും പോയിക്കണ്ട. പറ്റിപ്പോയാൽ ആകപ്പാടുള്ളൊരു മുട്ടാണ് നമുക്ക്. അവിടുത്തെ മോൻ വിളിച്ച സമയത്ത് വലിയ പത്രാസാക്കി നിങ്ങളെല്ലാം പറഞ്ഞല്ലോ. ഞങ്ങളെ വലിയ ചങ്ങായി അല്ലേ വേലായിട്ട്. വേലായിട്ട് മയ്യത്തായ കാര്യം പറഞ്ഞില്ലേ? മയ്യത്തായിട്ട് ഇന്നത്തേക്ക് എത്ര ദിവസങ്ങളൊന്നും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയോ? നമ്മളെന്താണ് പോവാഞ്ഞ്? എന്താ പോവാഞ്ഞ്? മയ്യത്തായി കിടക്കണമെന്ന് നമ്മളെന്താണ് പോവാഞ്ഞ്? എന്താ പോവാഞ്ഞത്? മയ്യത്തായി കിടക്കണ കാഴ്ച കാണാൻ നമ്മളെ കൊണ്ട് പറ്റൂല. കുറ്റം പറയാതെ വിചാരിക്കരുത്. ഒരാള് മയ്യത്തായിട്ട് ആ വഴിക്ക് പോവാൻ പറ്റില്ല. നാട്ടിലുള്ള എല്ലാരും പറയും ആ കിടപ്പ് കാണാൻ വയ്യായിട്ടല്ലേ പോവാഞ്ഞ്. അങ്ങനെയല്ല എടി, ഓനും ഞാനും തമ്മിൽ എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞൂടെ? അതറിയണതിനെ കൊണ്ട് ഞാൻ നമ്മള് പറഞ്ഞേ. ഇപ്പൊ മയ്യത്തായി കഴിഞ്ഞിട്ട് അവിടെയുള്ള ബന്ധുക്കളും കൂട്ടക്കാരും ഒക്കെ പോയി ഇത്ര ദിവസമായി പോയോ. ആ ശോഭപ്പെണ്ണാണെങ്കിൽ കരച്ചിലോട് കരച്ചിലൊക്കെ അവിടം വരെ പോയി ഓളൊന്ന് ആശ്വസിപ്പിച്ചൂടെ? എന്നാ പിന്നെ നമ്മള് പോയിട്ട് ഓളൊന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം. അതാ നല്ലേ. നല്ല വെയിലല്ലേ മുറ്റത്ത് നമ്മൾ ഈ ഒറ്റയ്ക്കുന്ന നെല്ലപ്പോ അങ്ങോട്ട് ചെയ്യിക്കാൻ നമ്മള് പോകണം. നിങ്ങളിങ്ങനെ നിലവിളിക്കല്ലേ സുഖപ്പെടുത്തി? ഇന്ത്യക്കപ്പം നിങ്ങളിങ്ങനെ നിലവിളിച്ചോണ്ടിപ്പോ മയ്യത്തായി ബലായുധം തിരിച്ചു വരിക. നല്ലവരൊക്കെ പഠിച്ചോൻ ആദ്യം കൊണ്ട് കൊണ്ടുപോകും. അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പൊ നിങ്ങള് നല്ലവരല്ലേ? അല്ല, നമ്മള് നല്ലവരല്ലേട്ടല്ല, വല്ലാണ്ട് നല്ല ആൾക്കാരെയാണ് പഠിച്ചോൻ ആദ്യം കൊണ്ടുപോകില്ല. അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, നിങ്ങളെ സങ്കടം ഞമ്മക്ക് മനസ്സിലാവും. അതല്ല, ഭർത്താവില്ലാത്തൊരു പെണ്ണുങ്ങളെ സങ്കടം ഞമ്മക്ക് മനസ്സിലാവും. നിങ്ങളിങ്ങനെ നിലവിളിക്കില്ലേ? നിങ്ങളെങ്ങോട്ടാ നോക്കിക്കണത്? അല്ലോ, കാക്കക്ക് ഇലയില് ചോറും കൊടുത്തിട്ട് അത് തിന്നിട നോക്കി നിൽക്കുകയാണ് പെണ്ണുങ്ങള്. എന്റെ സൂററ്റ് ആവണ്ടേ കാക്ക. പണി കാണിച്ച് എന്തേനി? അതിനത് കാക്കല്ല പഠിച്ചോനെ. പിന്നെ അത് മൂങ്ങേനി. അതിന്റെ ബലായുധം കാക്കയായ നിങ്ങൾക്ക് അറിയട്ടെ. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ഒന്നുണ്ട്. എന്തേനി? മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കാക്കയായി മാറും. ജീവിച്ചിരിക്കുന്ന കാലത്ത് ചായക്ക് എന്ത് പലഹാരം ഉണ്ടാക്കിയാലും മൂപ്പർക്ക് വേണ്ട. മൂപ്പർക്ക് ചോറാ വേണ്ട. ആ മുരിങ്ങന്റെ ബോൾ വന്ന് കരഞ്ഞപ്പോ ഇന്നലത്തെ കുറച്ച് ചോറുണ്ട്, ഞാൻ ഉരുട്ടി വെച്ചു കൊടുത്ത്. ക്ഷീണിച്ചിരിക്കുമ്പോ ഇത്ര ചോറ് ഉരുട്ടി തിന്ന ആളാണ് മരിച്ചു കാക്കയായിട്ട് വന്ന് കൊത്തി 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 നോക്കി നിൽക്കി. ഞമ്മക്ക് അറിയട്ടല്ലേ നിങ്ങൾ ഓരോരോ ആചാരങ്ങൾ എന്തേത്താണ് ഇത്? വലിയ കുഴപ്പമല്ലോ. ഇങ്ങോട്ട് പോരണോ? നമ്മൾ അറിയാണ്ട് ആട്ടി പോയതാണ്. പത്ത് തിന്നോ? വരൂല. അതെന്താണ്? അതിനകത്തെ ഒരു സ്വഭാവം ഉള്ളതാ. ഇന്നലെ നേരത്തെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, വേണമെങ്കിൽ ഒരു പോക്കാം. മരിച്ചു പോയിട്ട് സോബർത്തിയെ നമ്മളിങ്ങനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നേനി. അത് പല കൂടി സമാധാനിക്കാനായി നമ്മൾ പൊട്ടെന്നാല് എന്നുണ്ടാക്കി ഇങ്ങോട്ട് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. എന്തൊരു കഷ്ടമാണ് പഠിച്ചോ.
ഇടുവാ. അല്ല പോയിട്ട് ഇത്രയും വേഗം വന്നാ? അല്ല ശോഭപ്പെട്ട് അങ്ങനെ കരച്ചിലെന്നാ? ഈ പോയി ചോറ് കൂട്ടാനെടുത്തേക്ക് വെള്ളം വയ്ക്കുന്നുണ്ട്. അല്ല അവിടെ പോയൊരു വിശേഷം പോയ വിശേഷം എന്നെ കൊണ്ടിക്കും മനുഷ്യ പിരാന്ത് പിടിച്ച് വരുമ്പോ സുറ. ഇത് വല്ലാത്തൊരു കൂത്തായിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോ പാപം പിടിച്ചൊരു മനുഷ്യനെ, ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾക്ക് എന്താണ് ഒരു മാതിരി മൂലിന്റെ സ്വഭാവം. ജിന്നെ കൊണ്ട് പറയിപ്പിക്കണം. പോയി ചോറെടുത്ത് കഴിയുമാറേ കയ്യൊക്കെ വെള്ളം കൊണ്ടിട്ടുണ്ടെങ്കിൽ കിണ്ടിയിൽ അതാ വെള്ളം വേണമെങ്കിൽ എടുത്ത് കഴിക്കൂടെ? ആണെങ്കിൽ